Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു സാമ്പാർ നമുക്കിവിടെ കുറച്ച് സ്പെഷ്യലാണ്. അപ്പം അത് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുരിങ്ങക്കായ, ഒരു ക്യാരറ്റ്, 4 പയർ, 2 പച്ചമുളക്, പിന്നെ വെണ്ടക്ക, ഒരു വഴുതനങ്ങ, 2 തക്കാളി, പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ. ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ എടുത്ത വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം കുമ്പളങ്ങക്ക് പകരം വെള്ളരിക്ക വേണമെങ്കിൽ എടുക്കുക. അതേപോലെ കിഴങ്ങിന് പകരമായിട്ട് ചേമ്പോ ചേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെജിറ്റബിൾ എടുക്കുക. പിന്നെ പയറിന് പകരം ബീൻസ് എടുക്കുക, അല്ലെങ്കിൽ കൊത്തമര, അങ്ങനെ ഏതെങ്കിലും ഒരു പയർ ഐറ്റം എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഏതാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വെണ്ടക്ക ഒഴികെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പരിപ്പാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പരിപ്പ് കൂടുതൽ വേവുള്ള പരിപ്പാണെങ്കിൽ പരിപ്പ് ആദ്യം ഒന്ന് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം കഷ്ണങ്ങളൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം വെന്ത് വരുമ്പോൾ കറക്റ്റാവും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 2 വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ താനെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസും പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളി നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ കുക്കർ വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വെജിറ്റബിൾസൊക്കെ കുക്കറിലിട്ട് വേവിച്ച സമയത്ത് നമ്മൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വെണ്ടക്ക ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക പാനിലേക്ക് ഇട്ട് കൊടുക്കുക. വെണ്ടക്കൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ വെണ്ടക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം.
കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് രണ്ടായിട്ട് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. സാമ്പാർ പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുളിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നത് കുറച്ച് സമയമായിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ സാമ്പാർ പൊടിൻ്റെ ടേസ്റ്റൊക്കെ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് സാമ്പാർ കുറച്ച് ലൂസായ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കറക്റ്റ് ഇനിയിപ്പോൾ 5 മിനിറ്റ് തിളച്ച് വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് കറക്റ്റാവും. അപ്പോൾ ഇതാ കുറച്ച് സമയമായിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഓരോരുത്തർ ഉണ്ടാക്കുന്നതും ഓരോ രീതിയിലാവുമല്ലോ. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ഇന്നത്തെ ഈ ഒരു സാമ്പാർ കുറച്ച് സ്പെഷ്യലാണെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ ഇവിടെ അബിദ് ഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ സൗദിയാണ് ആൾ. അപ്പം ആൾ കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നമ്മളവിടെ പോയപ്പോൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം അന്ന് ആൾ തന്നിട്ടുള്ള കുറേ വെജിറ്റബിൾസാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.